സോ ഹായ് ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനൊരു ആഡ് ഷൂട്ടും പിന്നെ ഒരു ഫോട്ടോ ഷൂട്ടും ഒക്കെ എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. സ്ഥലം ഞാൻ പരിചയപ്പെടുത്തി തരാം, വഴിയെ പരിചയപ്പെടുത്താം. ഒരു അടിപൊളി സ്പോട്ടാണ്. നമ്മുടെ ക്യാമറാമാൻ ഇതുവരെ എത്തിയിട്ടില്ല. എന്നോടൊരു 9:30 പറഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 മണിയൊക്കെ ആവാറായി. ഇപ്പോൾ നമ്മുടെ ക്യാമറാമാൻ എത്തിയിട്ടില്ല. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. തോന്നുന്നു നമ്മുടെ ക്യാമറാമാൻ ആണെന്ന്. യെസ്, ഫൈനലി. എന്നോട് 9:30 പറഞ്ഞിട്ട് ഇപ്പോൾ സമയം 10 മണി. സാധാരണ മോഡലാണ് വൈകാറ്, ഇത് ക്യാമറമാൻ ആണ് ഇപ്പോൾ വൈകിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം ഇന്നത്തെ ഡേ. യെസ്, നമ്മൾ ഷൂട്ടിന് വന്നേക്കുന്ന സ്ഥലം ഇതാണ്, സമുദ്ര റിവർ വ്യൂ. ഇത് നമ്മുടെ കോട്ടപ്പുറം മുസ്രീസ് ഭാഗത്തുള്ള സ്പേസ് ആണ്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും പ്രോഗ്രാംസ് ഒക്കെ, അതായത് നമ്മളുടെ ഇപ്പോൾ കല്യാണങ്ങളും ബർത്ത്ഡേ പാർട്ടീസ്, ഫോട്ടോഷൂട്ട്, ഗെറ്റ് ടുഗെദേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടാണ്. പാർക്കിംഗ് ഒക്കെ സെപ്പറേറ്റ് ഉണ്ട്. ഇവിടെ അല്ല, കുറച്ച് നീങ്ങിയിട്ട് പാർക്കിംഗ് ഒക്കെ സെപ്പറേറ്റ് ഉണ്ട്. അവിടെ ആയിട്ട് നമ്മുടെ ഹാളും കാര്യങ്ങളും വരുന്നുണ്ട്. അവരൊരു ചെറിയൊരു ഡ്രസ്സിങ് റൂം പോലത്തെ ഒരു സ്ഥലം. ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിലെ വ്യൂ ആണ്. അത് ഒരു രക്ഷയില്ല. ബാക്കിൽ നമ്മുടെ കോട്ടപ്പുറം പുഴയാണ്. ആ ഒരു വ്യൂ ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ രാവിലെ ആയാലും അതുപോലെ ഈവനിങ് ഒക്കെ ആയാലും സൺസെറ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും അടിപൊളിയാണ്. സോ യെസ്, ഇതാണ് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഇതിൻ്റെ മൊത്തത്തിലൊരു വ്യൂ. ബാക്കിൽ നമുക്ക് ഇരിക്കാനായിട്ടും ഫോട്ടോഷൂട്ട് കാര്യങ്ങൾക്കൊക്കെ ആയിട്ടും അടിപൊളി ആയിട്ടുള്ള സ്പോട്ടുകളുണ്ട്. യെസ്, ഇതാണ് ഇന്നത്തെ നമ്മളുടെ സ്പോട്ട്. ആൻഡ് വലയുണ്ട്. ഈ വലയിലൊക്കെ എൻട്രി ഉണ്ട്, നമുക്ക് അവർ പെർമിഷൻ തരുന്നതാണ്. ഞാൻ സ്ഥലം പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും നമുക്കിങ്ങനെ ഇൻറ്റിമേറ്റ് വെഡ്ഡിങ്, അതുപോലെ ബർത്ത്ഡേ പാർട്ടീസ്, ഗെറ്റ് ടുഗെദർ, പിന്നെ ഫോട്ടോഷൂട്ട്, സേവ് ദ ഡേറ്റ് ആയാലും പല രീതിയിലുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇതാണ് നമ്മുടെ ആ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം വരുന്നത്. ഇപ്പോൾ നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇവൻറ്റ് ടീം അവരുടെ സാധനങ്ങൾ ഇറക്കിയേക്കുന്നതാണ് കാണുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കിവിടെ പ്രോഗ്രാം ചെയ്യാനായിട്ടുള്ള ഭാഗ്യം ഇതുവരെ കിട്ടിയിട്ടില്ല. ആങ്കറിങ് ചെയ്യാനായിട്ടുള്ള ഒരു 3 എൻക്വയറീസ് വന്നു. അപ്പോഴെല്ലാം എനിക്ക് വേറെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറെ ആങ്കേഴ്സിന് സെറ്റ് ചെയ്ത് കൊടുത്തു. സോ ഇനിയിപ്പോൾ നെക്സ്റ്റ് സീസണിൽ ഞാനും വെയിറ്റിംഗ് ആണ് ഇവിടെ പ്രോഗ്രാം ചെയ്യാനായിട്ട്. പിന്നെ എനിക്കിവിടെ തോന്നിയത് ഫോട്ടോഷൂട്ടിനും പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. ഇപ്പോൾ നമ്മളുടെ ഓണം ഫോട്ടോഷൂട്ടൊക്കെ ആയാലും അല്ലെങ്കിൽ സേവ് ദ ഡേറ്റ് ഒക്കെ ആയാലും അതിനുള്ളൊരു ആംബിയൻസ് ഇവിടെ ഉണ്ട്. അതിനുള്ള ഒത്തിരി സ്പോട്ടുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മളുടെ വ്യൂ വരുന്നത്. സൈഡിലായിട്ട് പുഴയുണ്ട്. ഇനിയിപ്പോൾ ആ വലയിലോട്ട് കയറണമെന്നുണ്ടെങ്കിലും അവിടെ ഓപ്പൺ ചെയ്ത് തരും. ഇങ്ങനെയാണ് നമ്മുടെ സ്പോട്ട് വരുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ പുഴ കാണാം. സോ നമ്മുടെ ക്യാമറമാൻ വോയിൻസർ കൂടെ ഉണ്ട്. ഇവിടെ ആദ്യമായിട്ടല്ലേ ഈ സ്പോട്ടിൽ വരുന്നത്? ഈ സ്ഥലം അറിയില്ലായിരുന്നല്ലോ. ഒരു 2 കിലോമീറ്റർ ഉണ്ടാവുള്ള വീട്ടിലേക്ക് അതിനെപ്പോഴും മുസ്ലിംസിലേക്ക് വരുന്നത്. പക്ഷെ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഇഷ്ടമായില്ലേ? സ്ഥലം അടിപൊളിയല്ലേ? ഇഷ്ടമായി, അടിപൊളിയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ഒരു കല്യാണമൊക്കെ നടത്തണമെങ്കിൽ കൂടുതലായിട്ട് ഇന്റിമേറ്റ് വെഡിങ് ഒക്കെ വരുമ്പോൾ, പിന്നെ സേവ് ദ ഡേറ്റ് ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഒരു റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഇവിടെ നമുക്ക് സ്റ്റേയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായി. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്. നമ്മള് ഇവിടെ ഒരു ഡ്രസ്സിംഗ് റൂം പോലെയുള്ള ഒരു ഏരിയ ആണോ ഉള്ളത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ കൂടുമ്പോ അല്ലേ, കുറച്ച് പേര് ഒരുമിച്ച് കൂടുമ്പോ ഒക്കെ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു. ആണ്. അധികം വൈകാതെ നമുക്ക് തന്നെ ഇത് റെനോവേറ്റ് ചെയ്തതിന്റെ ഒരു വീഡിയോ എടുക്കാൻ സാധിക്കട്ടെ അല്ലേ? അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഒരു ചെറിയ ആഗ്രഹം കൂടി വലയമ്മ കയറണമെന്ന്. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം, അതൊന്ന് ഓപ്പൺ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു നോക്കട്ടെ. ആൻറ്റി, നമുക്ക് വല തുറന്നു തരുമോ? തരാലോ. അതിനിപ്പോൾ എന്താ, നമുക്ക് വലയമ്മ കയറി നോക്കാം. ബാ. ഇവിടെ പ്രോഗ്രാമിന് വരുന്ന എല്ലാവർക്കും ഇത് തുറന്നു കൊടുക്കോ? സ്പെഷ്യൽ റിക്വസ്റ്റ് ആണോ? ആണല്ലേ. ഓ ഓ, ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാ നമുക്ക് പോവാല്ലേ? വലയമ്മ കയറി നോക്കാം.
ഇതിപ്പോ ഒരു ഏകദേശം ഒരു ഉച്ച സമയമാണ് കേട്ടോ. ഒരു 11:30-12 മണി സമയമാണിത്. ഈവനിങ് നല്ല ഭംഗി ഉണ്ടാവും അല്ലേ? നമ്മുടെ ക്യാമറമാൻ കേറിയിട്ടുണ്ട്. ഇതൊരു അടിപൊളി ഫീലാട്ടോ. അങ്ങോട്ട് പോകാൻ പറ്റും തോന്നുന്നു. നേരെ വിട്ടോ. ഇവിടെയും ഷൂട്ട് ചെയ്യാനായിട്ട് അടിപൊളി സ്പോട്ട് ആയിരിക്കും. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈവനിങ് ആയിരിക്കും ഭംഗി ഉണ്ടാവുക അല്ലേ? ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ വലകള്. ഓക്കെ, ഒരു കാര്യം പറഞ്ഞില്ല. ഇത് തൃശ്ശൂർ ജില്ല, അത് എറണാകുളം ജില്ല. അങ്ങനെ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ ഭാഗം തൃശ്ശൂർ ജില്ലയാണ്, ആ ഭാഗം എറണാകുളം ജില്ലയാണ്. അപ്പൊ ഞാൻ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ഞാൻ നടുവിലായിട്ട്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. കുറെ പേർക്ക് വന്നിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും, എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമായിരിക്കും മുസ്രീസ്, നമ്മുടെ പോർച്ചുഗീസ് മുസ്രീസ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് നമ്മുടെ മുസ്രീസ് ആണ്. അതായത് നമ്മളെല്ലാവരും വന്നിരുന്ന് എൻജോയ് ചെയ്യുന്നൊരു സ്ഥലം ഉണ്ടല്ലോ, അതാണത്. ഇത്രയും അടുത്താണ്. അപ്പൊ ഇവിടെ നമ്മുടെ മുസ്ലിംസും. ഇനി നേരെ ഇങ്ങോട്ട് പോയി ആ അറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോട്ടപ്പുറം ഫോർട്ട്. കോട്ടയുടെ മോളിൽ, നമ്മളൊക്കെ പണ്ട് കോട്ടയുടെ മോളിൽ ആണ് പറയാറ്. അതാണ് അവിടെ. ഇങ്ങനെ എന്താ കായൽ വഴി സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കണ്ടുപോവാ അല്ലേ? ഇവിടത്തെ വാശേരിയ കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. സാധാരണ നമ്മളുടെ വീഡിയോസിലൊക്കെ ഉള്ളതിനേക്കാളും ഒരു ഡിഫറെൻറ്റ് വാശേരിയാണ് അതിങ്ങനെ വരുന്നത്. നമ്മൾ നേരെ കൈ കഴുകുക, മണലാണ് അടിയിലുള്ളത്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ, വേറെ എവിടെയും ഇങ്ങനെ കണ്ടിട്ടില്ല. ഇത് കൊള്ളാം അല്ലേ? പിന്നെ ഇവിടുത്തെ ബഡ്ജറ്റ് വളരെ കുറവാണ്, നിങ്ങൾ വിചാരിക്കണ പോലെയല്ല. ഞാനിതിൻ്റെ ബഡ്ജറ്റ് ചോദിച്ചപ്പോൾ കേട്ടപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത്രയും മനോഹരമായിട്ടുള്ളല്ലോ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് അത്രയും ബഡ്ജറ്റ് കുറവായിട്ടാണ് അവർ വാങ്ങുന്നത്. അപ്പോൾ ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ബുക്ക് ചെയ്യാനായിട്ടുള്ള നമ്പർ കൊടുക്കാം, അതുപോലെ ഇവരുടെ ഇൻസ്റ്റാ പേജും കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിലോ ബുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ. ഇയാളെയാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ടത്. കുഞ്ഞാൻറ്റിനെയാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ടത് എല്ലാ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്. അപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായാലും എൻക്വയറിക്ക് വേണ്ടിയിട്ടായാലും ആൻറ്റിനെ കോണ്ടാക്ട് ചെയ്യുക. ആൻറ്റി ഭയങ്കര സ്മാർട്ടായിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെയും വീഡിയോസ് ആയിട്ട് വരാൻ നോക്കുക. ഒരു ബൈ പറഞ്ഞേക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. ബൈ.